ചിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് ലീഡ് റോൾ എത്തിയ നുണക്കുഴി എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റ് നമുക്കറിയാം, കൂമൻ സിനിമയുടെ റൈറ്ററായ കൃഷ്ണകുമാർ തന്നെയാണ് ഈ സിനിമയുടെ ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഒരു ഹ്യൂമർ സിനിമയുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഒരു നല്ലൊരു ബിസിനസ് മാഗ്നറ്റിൻ്റെ മകനാണ്. ആൾ മരിച്ചതിന് ശേഷം ബിസിനസ് പുള്ളിനെ ഏൽപ്പിക്കുകയാണ്. പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നിർബന്ധപ്രകാരം ഓഫീസിലെത്തുന്നു. അന്നൊരു IT റെയ്ഡ് നടക്കുകയാണ്. IT റെയ്ഡിനെ സംബന്ധിച്ചിട്ട് പുള്ളിയുടെ ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് അവർ സീസ് ചെയ്യുന്നു. ആ സീസ് ചെയ്ത ലാപ്ടോപ്പിൽ എബിയുടെയും ഭാര്യയുടെയും കുറച്ച് പേഴ്സണൽ വീഡിയോസ് ഉണ്ട്. സോ പുള്ളിക്ക് അതെങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം എന്ന രീതിയിൽ ആ IT ഓഫീസറായ സിദ്ദിഖാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിയെ ഫോളോ ചെയ്യുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. പിന്നീട് ഗ്രേസ് ആൻ്റണി ചെയ്യുന്ന റോളിൻ്റെ ഒരു പാരലൽ ട്രാക്ക് പോകുന്നുണ്ട്. ഒപ്പം അൽത്താഫിൻ്റെ ഒരു പാരലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്ഥലത്ത് വെച്ച് ജോയിൻ ചെയ്യുന്നതും പിന്നീട് പണ്ട് സിനിമകൾ കണ്ടിട്ടുള്ള 90s കാണാൻ ഒരു 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 ഇൻസിഡൻറ്റ്, അതിനെ ഫോളോ ചെയ്ത് ഇരിക്കുന്ന കുറേ ഇൻസിഡൻറ്റുകൾ, ചെറിയ ചെറിയ നുണകൾ, അത് ഉണ്ടാക്കി വയ്ക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു പോയിന്റിൽ വെച്ച് കൂടുന്ന സ്ഥിരം ആ ഒരു സാധനമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളത്, ചില കോമഡി അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ ലാഫ്റ്റർ മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ അതിഗംഭീരം എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും അവിടെ ചിരിക്കാനുള്ള വകയുണ്ട്. ചില കോമഡികൾ ഒട്ടും വർക്കാകാതെ പോകുന്നുമുണ്ട്. ബേസിൽ ജോസഫ് പുള്ളി അത്യാവശ്യം ആ റോള് സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സിനിമയുടെ റൈറ്റിംഗ് തന്നെ ഒരു എക്സാഗ്രേറ്റഡ് ആണ്. ചില തമാശകളൊക്കെ ഭയങ്കരമായിട്ട് ആ ഒരു ജോണർ അങ്ങനെ ആയതുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് ബേസിൽ അതേ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആൻ്റണി നന്നായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് ബൈജു സന്തോഷാണ്. പുള്ളിയുടെ ഒരു ഹ്യൂമർ ഉണ്ടല്ലോ, വൺ ലൈനർ ആയാലും പുള്ളിയുടെ ഒരു മാനറിസവും ആ ബോഡി ലാംഗ്വേജും ഡയലോഗ് ഡെലിവറിയും കാരണം നമ്മളെ അത്യാവശ്യം നന്നായി ചിരിപ്പിക്കുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളാണ്. സിദ്ദിഖ് കുറേയധികം ഒരു നല്ല ഫൺ മൂമെൻറ്റ് സമ്മാനിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ആ മദ്യപിച്ചതിന് ശേഷമുള്ളതൊക്കെ അതൊക്കെ നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ ഭയങ്കര ഫ്ലാറ്റായി പോകുന്നുണ്ട്. എന്നാൽ പോലും ഒരു മോശം സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു ഗംഭീര സിനിമയുമല്ല. ത്രൂ ഔട്ട് അത്യാവശ്യം കുറേ പാരലൽ സ്റ്റോറീസ് വരുന്നുണ്ട്, ചെറിയ ചെറിയ സ്റ്റോറീസ്. ഇതെല്ലാം കണക്റ്റ് ആകുന്നുണ്ട്. ഒരു ചെറിയ നുണ പറയുന്നു, അതിൽ പ്രശ്നം വരുന്നു, പിന്നീട് കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു. ഇങ്ങനെ നമ്മൾ പണ്ട് കണ്ടുശീലിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു കോമഡി പടമാണ് നുണക്കുഴി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ സിനിമയുടെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.